അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും. കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. നമുക്കൊന്നിച്ച് വീണ്ടും ആയിരിക്കാൻ കർത്താവ് അനുവദിച്ചു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പല സ്ഥലങ്ങളിൽ യാത്രയിലും ശുശ്രൂഷയിലായിരിക്കുമ്പോൾ പലരും ഇങ്ങനെ പറഞ്ഞു, തങ്കു ബ്രദറിൻ്റെ കൂടെ നടക്കുന്ന അനുഭവമായിരുന്നു ഫേസ്ബുക്ക് ഫോളോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ. ഈ ദിവസങ്ങളിൽ എല്ലാ മീറ്റിങ്ങുകളിലും അതിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കും ഫേസ്ബുക്ക് വഴി. സോ ഫേസ്ബുക്കിൽ ഇതുവരെ നിങ്ങൾ പ്രവേശിച്ചിട്ടില്ലെങ്കിൽ, ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ, ഫേസ്ബുക്കിൻ്റെ അഡ്രസ്സാണ് തങ്കു ബ്രദർ. ഈ കാണുന്ന സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യണം. ഇറ്റ് ഈസ് ലിറ്ററലി വാക്കിംഗ് വിത്ത് മീ ഡേ ടു ഡേ. ഇറ്റ് ഈസ് അമേസിങ്. കർത്താവിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ കർത്താവ് തന്ന ഓരോ വാക്കുകൾ, വാസ്തവത്തിൽ യേശു ക്രിസ്തുവിൻ്റെ കൂടെ ജീവിക്കുന്ന ജീവിതം ഈസ് എക്സൈറ്റിംഗ് ആൻഡ് പവർഫുൾ. ചിലർ പറയുന്ന ലൈഫ് ബോറിംഗ് ആണ്. ബോറിംഗ് അല്ല, എക്സൈറ്റിംഗ് ആണ്, ത്രില്ലിംഗ് ആണ്. യേശുവിൻ്റെ കൂടെ നടക്കാൻ തുടങ്ങുമ്പോൾ ചിലതൊക്കെ നഷ്ടമാകുമായിരിക്കും. പക്ഷേ ഇതുപോലെ ഒരു ഡെസ്റ്റിനിയിലോട്ട് കയറുന്ന ത്രിൽഫുൾ ലൈഫ് വേറെ എങ്ങുമില്ല. ആൻഡ് ഇറ്റ് ഈസ് എക്സൈറ്റിംഗ്. കഴിഞ്ഞ ദിവസം കൊടകരയിൽ നടന്ന TV പ്രേക്ഷക മീറ്റിംഗ് വാസ് ഓസം. ഓസം എന്ന ആ വാക്ക് മാത്രമേ പറയാനുള്ളൂ. കർത്താവ് ചെയ്ത അത്ഭുത സൗഖ്യങ്ങൾ, ഫോർ ദാറ്റ് മാറ്റർ എല്ലാം TV പ്രേക്ഷക മീറ്റിംഗ് ഈ ദിവസങ്ങളിൽ നടക്കുന്നത് വിസ്മയിക്കുന്ന കാഴ്ചകളാണ്. വിസ്മയിക്കുന്ന ജനക്കൂട്ടം, വിസ്മയിക്കുന്ന അത്ഭുതം. അതുപോലെ തന്നെയായിരുന്നു കൊടകരയിൽ. തോമസ് കുട്ടി ബ്രദറിനെ കർത്താവ് ശക്തമായി ഉപയോഗിച്ചു. ആ മീറ്റിങ്ങിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ലെറ്റ് us see the meeting. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കൊടകര നടന്നതായിട്ട് കാണാതെ അവിടെ പ്രവർത്തിച്ച അതേ യേശു എൻ്റെ ഭവനത്തിൽ ഇന്ന് ഈ നിമിഷം അതേ യേശുവാണല്ലോ, അതേ പ്രവൃത്തി നടക്കുന്ന വിശ്വാസത്തോടെ കാണുക. ഇറ്റ് വിൽ ബി അമേസിങ്, അമേസിങ് പ്രസൻസ് ഓഫ് ഗോഡ്. ഇന്ന് കൊടകരയിൽ നടക്കുന്ന ശുശ്രൂഷയുടെ മുമ്പിൽ സാജൻ ബ്രദർ നിൽക്കുമ്പോൾ യേശുവിനെ തൊട്ട് രുചിച്ചറിഞ്ഞത് എന്തായിരുന്നു? ആ സുഖത്തിൽ നിന്നുണ്ടായ വിടുതലൊന്ന് പറയാമോ? ഞാനൊരു ഇൻ്റർനാഷണൽ കമ്പനിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ആ കമ്പനിയിൽ ഞാൻ പർച്ചേസ് വിഭാഗത്തിലായിരുന്നു. ഞാൻ ആ സമയത്ത് ഒരു ലോങ് ട്രിപ്പ് കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് വരുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് ഞാൻ വന്ന് രാത്രി കിടന്നുറങ്ങി രാവിലെ ഞാൻ എണീക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ മസിൽസ് എല്ലാം ഒന്നൊരു തളർന്ന പോലെ എനിക്ക് തോന്നി. അത് അനുനിമിഷവും കൂടി വന്നു. എന്ന് പറഞ്ഞാൽ കൈയും കാലും ഒക്കെ അനക്കാൻ ബുദ്ധിമുട്ട് വന്നോ? കൈയും കാലും അനക്കാൻ പറ്റും, പക്ഷെ ബലമില്ല. അവസാനം എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം, ഒരു ചായ എടുക്കാൻ വേണ്ടി 2 കൈയും ഉപയോഗിക്കേണ്ടി വന്നു. ആ ലെവലിലേക്ക് ഇത് മാറിക്കഴിഞ്ഞപ്പം എനിക്ക് അസ്വസ്ഥതയായി. പെട്ടെന്ന് ഞാൻ ഡോക്ടറെ കണ്ടു. കേരളത്തിലെ തന്നെ ഒരു പ്രഗത്ഭനായ ന്യൂറോ ഡോക്ടറെ അടുത്ത് ഞങ്ങൾ പോയി. ഞാനും എൻ്റെ വൈഫ് ഇവിടെയുണ്ട്. ഞാൻ ജോലി സ്ഥലത്തായിരുന്നു. അന്നേരം എന്നെ വിളിച്ച് പറഞ്ഞു, എനിക്ക് തീരെ മേലാതിരിക്കുക, എനിക്ക് ഒരു ഗ്ലാസ് ചായ കിട്ടണമെന്ന്. 2 മിനിറ്റേ ഉള്ളൂ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ. ഞാൻ പറഞ്ഞു വരാം. വീട്ടിൽ വന്നപ്പോൾ വാതിൽ തുറന്ന് കിടക്കുന്നുണ്ട്, പക്ഷെ ആൾക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. ചായ വെച്ച് കൊണ്ടുപോയി കൊടുത്ത് നോക്കുമ്പോൾ കൈ കൊണ്ട് എടുക്കാൻ ഒക്കുന്നില്ല. ഗ്ലാസ് ഇങ്ങനെ കൈ വിറയില്ല. അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടറുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്തതിന് ശേഷം ഇങ്ങനെ പറഞ്ഞു, സഹോദര, നിങ്ങൾക്ക് ഗിലൻ ബാരി സിൻഡ്രോം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു അത്യപൂർവമായ ഒരു രോഗം പിടിപെട്ടിരിക്കുക. 1 ദശലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം സംഭവിക്കുന്ന ഒരു രോഗമാണിത്. നിർഭാഗ്യവശാൽ ഇതിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല, ചികിത്സയില്ല. ഏത് ഹോസ്പിറ്റലാണ് പോയെ? മദർ ഹോസ്പിറ്റലിൽ. ഡോക്ടർ എന്നോട് പറഞ്ഞു, മാറ്റി നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു, സിസ്റ്റർ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അന്നേരം ഞാൻ കൊണ്ട് ചെന്ന വഴിക്കാൻ എൻ്റെ സ്റ്റാഫുകൾ എന്നോട് പറഞ്ഞു, ഷേളി, നീ ഉദ്ദേശിക്കുന്ന പോലത്തെ അസുഖമല്ല ഇത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ അവർ പറഞ്ഞപ്പോൾ എനിക്കൊന്നും അറിയത്തില്ല. പക്ഷേ ഡോക്ടർ ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനും എൻ്റെ ഹസ്ബൻഡിനും അറിയാത്തൊരു രോഗവും എനിക്ക് വേറെ കേൾക്കണ്ട. ഞങ്ങൾ 2 ആൾക്കും കൂടി കേൾക്കുന്ന ഒരു രോഗത്തിൻ്റെ മീതിയാണ് ഞാൻ ജയം ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഞങ്ങളെ വിളിച്ചിരുത്തി
വീണ്ടും പറഞ്ഞു ഇന്നതാണ് അസുഖം, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാഞ്ഞിട്ടാണ്. ആളിങ്ങനെ പറയുന്നത് ആൾക്കൊരു മനസ്സിൻ്റെ ഒരു ഇത് കേട്ടതിൻ്റെ ഇത് ആയിരിക്കാം എന്ന് പറഞ്ഞു. ഡോക്ടർ എന്നോട് ഇത് പറഞ്ഞു. ആ സെക്കൻഡിൽ എൻ്റെ ഉള്ളിൽ ഞാൻ ടോട്ടലി ഒരു ഹോളോ ആയിപ്പോയി. കാരണം ഇനി മരണമല്ലാതെ മുൻപിലേക്ക് ഒന്നുമില്ല, ചികിത്സയില്ല. പെട്ടെന്ന് തന്നെ വെന്റിലേറ്ററിലേക്ക് എന്നെ മാറ്റേണ്ടി വരും. കുറച്ച് കഴിയുമ്പോഴേക്കും ശ്വാസം നിന്നു പോകും. അപ്പോൾ വെന്റിലേറ്ററിലേക്ക് മാറ്റണം. വെന്റിലേറ്ററിൽ കുറച്ച് നാൾ കിടക്കും. വെന്റിലേറ്ററിൽ തന്നെ ഇങ്ങനെ കുറച്ച് നാൾ കിടക്കണമെങ്കിൽ അത് യൂറോപ്പിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ എന്തോ ഒരു മരുന്ന് കൊണ്ടുവരണം. ഒരു ഇഞ്ചക്ഷന് 3 ലക്ഷം രൂപയോളം വരും. അങ്ങനെ നമുക്കത് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞു. പക്ഷേ തോമസ് ബ്രദറെ, ആ സെക്കൻഡിൽ ഞാൻ മരണം മുഖാമുഖം കണ്ടു. ഇങ്ങനെ എനിക്കറിയില്ല ഞാൻ ആ സമയത്ത് എൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന്. പക്ഷേ എനിക്ക് ടോട്ടലി എനിക്ക് ഒന്നുമില്ല. ഞാൻ നിൽക്കുന്ന ഭൂമി അങ്ങനെ തന്നെ മാറിപ്പോയ പോലെ തോന്നി. പക്ഷേ അടുത്ത സെക്കൻഡിൽ ഞാനൊരു ശബ്ദം കേട്ടു, ഭയപ്പെടണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. അവിടെ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെയോ? അതെ, ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ, ഡോക്ടറുടെ മുമ്പിൽ വെച്ച് തന്നെ. ഞാൻ ഡോക്ടറുടെ മുൻപിൽ ചെയറിൽ ഇരുന്നുകൊണ്ടിരിക്കുന്നപ്പോൾ തന്നെ. അപ്പോൾ ഞാൻ പതുക്കെ എനിക്ക് എഴുന്നേക്കാൻ പറ്റുള്ളൂ. തൊട്ട് പുറകെ മറ്റൊന്നുകൂടി ഞാൻ കേട്ടു. അപ്പം ഈ ശബ്ദം കേട്ടപ്പോൾ ഞാനൊന്ന് പതറി. എന്താണെന്ന് എനിക്ക് പെട്ടെന്ന് പിടികിട്ടുന്നില്ല. ഉടനെ മറ്റൊരു ശബ്ദം കൂടി ഞാൻ കേട്ടു, നീ മരിക്കയില്ല, നീ ജീവനോടെ ഇരുന്ന് എൻ്റെ നാമത്തെ വർണ്ണിക്കും, എനിക്കൊരു സാക്ഷ്യമായി തീരും. ആ സെക്കൻഡിൽ എനിക്ക് മനസ്സിലായി അത് യേശുവിൻ്റെ ശബ്ദമാണ്. അതേസമയം ആ സ്പ്ലിറ്റ് സെക്കൻഡിൽ എൻ്റെ ഉള്ളിലേക്ക് ഭയങ്കരമായൊരു ധൈര്യം കടന്നു വന്നു. എനിക്ക് ശരീരത്തിൽ എനിക്ക് ശക്തിയില്ലെങ്കിലും എൻ്റെ മനസ്സ് ശക്തമായിട്ട് നിൽക്കുന്ന എനിക്ക് മനസ്സിലായി. ഞാൻ പെട്ടെന്ന് ഡോക്ടറോട് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞാൽ ഇനിയും വരുന്ന 4 മണിക്കൂറിനകത്ത് ഞാൻ ഫുള്ളായിട്ട് കൊളാപ്സ് ആവും, ലങ്സൊക്കെ വലിയ പ്രോബ്ലത്തിലേക്കാവും. അപ്പോൾ ഈ 4 മണിക്കൂറിനകത്ത് തന്നെ വെന്റിലേറ്ററിൽ കയറണം. പക്ഷേ ഞാൻ ഇങ്ങനെ ഡോക്ടറോട് പറഞ്ഞു, ഞാൻ വെന്റിലേറ്ററിലേക്കും പോകണില്ല, അഡ്മിറ്റ് ആവാനും പോകണില്ല, ഞാൻ നേരെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. ആ സമയത്താണ് എൻ്റെ വൈഫിനോട് ഡോക്ടർ വിളിച്ച് മാറ്റി നിർത്തി പറഞ്ഞു, ഇദ്ദേഹം ഇത് പെട്ടെന്ന് കേട്ടപ്പോൾ ഒരു പ്രശ്നം കൊണ്ട്, മാനസികമായ ഒരു അസ്വസ്ഥത കൊണ്ട് പറയുന്നതാണ്, പക്ഷേ നിങ്ങളത് മുൻകൈ എടുത്ത് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ വൈഫ് പറഞ്ഞു, ഇല്ല, ഞങ്ങൾ ഒരുവനിൽ വിശ്വസിക്കുന്നു, അവൻ ഞങ്ങൾക്ക് മതിയായവനാണ്, ഞങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ മതിയായവനാണ്. ഞാനും എൻ്റെ വൈഫും കൂടെ അതേ കണ്ടീഷനിൽ വന്നു. അപ്പം ഞങ്ങളിങ്ങനെ പോന്നെങ്കിലും എൻ്റെ വൈഫിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ബാക്കിയുള്ളവരുടെ ആളുകൾ എല്ലാം കൂടി ഒരു തീരുമാനം എടുത്തു. അവരെ കാൽക്കുലേഷൻ അനുസരിച്ച് രാത്രി ഒരു 11:30 ഞാൻ വെന്റിലേറ്ററിലേക്ക് കടക്കേണ്ടി വരും. അപ്പോൾ അവരവിടെ ഒരു ആംബുലൻസ് റിസർവ് ചെയ്തിട്ടു, ആ സമയത്ത് കൊണ്ടുവരേണ്ടി വരും എന്ന് വിചാരിച്ച്. പക്ഷേ രാത്രി ഞാൻ എൻ്റെ വൈഫും കൂടെ ഞങ്ങൾ കൈ കോർത്ത് പിടിച്ച് ഇങ്ങനെ പറഞ്ഞു, യേശുവേ, നീ ഇന്നും ജീവിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. കർത്താവേ, നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന് എൻ്റെ ജീവൻ എനിക്ക് മടക്കി നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചു, കിടന്നുറങ്ങി. നേരം വെളുത്ത് ഞാൻ എണീക്കുമ്പോൾ ശരിക്കും എനിക്ക് കൂടുതൽ ആരോഗ്യമൊന്നും വന്നിട്ടില്ല. പക്ഷേ ഞാൻ ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ എങ്ങനെയാണോ അതുപോലെ അല്ലാതെ എൻ്റെ രോഗം വഷളായിട്ടില്ല. അപ്പോൾ ഞാൻ വീണ്ടും പിറ്റേ ദിവസം രാവിലെ ഞാൻ നടന്ന് ഡോക്ടറുടെ റൂമിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഡോക്ടർ ഇരുന്നിടത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഇന്നലെ ഗിലൻ ബാരി സിൻഡ്രോം കൊണ്ട് വന്ന ആളല്ലേ? ഞാൻ പറഞ്ഞു അതെ. എന്നിട്ട് നിങ്ങളിപ്പോൾ എങ്ങനെ നടന്നു വരുന്നതെന്ന് ചോദിച്ചു. നിങ്ങൾ വേറെ വല്ല ഡോക്ടറെയും കണ്ടോ? ഞാൻ പറഞ്ഞു, മഹാവൈദ്യനായ ഒരുവനെ ഞാൻ കണ്ടു, അവൻ എൻ്റെ രോഗത്തിൽ നിന്ന് വിടിവിക്കാൻ അവൻ മതിയായവനാണ്. ഡോക്ടർ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞ് വീണ്ടും വന്ന് എൻ്റെ കൈയും കാലും ഒക്കെ പിടിച്ച് വലിച്ചൊക്കെ നോക്കി. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇപ്പോൾ എനിക്ക് വളരെ ഹോപ്പ് തോന്നുന്നു, കാരണം നിങ്ങളുടെ രോഗം വഷളായിട്ടില്ല. അപ്പം നമുക്കിനി ഒരു 6 മാസത്തോളം എക്സസൈസൊക്കെ ചെയ്ത് ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പഴയതുപോലെ തിരിച്ചു വരാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അങ്ങനെ ഫിസിയോതെറാപ്പിയുടെ കാര്യങ്ങൾക്കായിട്ട് കടന്നുപോയി. ആ സമയത്ത് എനിക്ക് 1 കിലോ വെയിറ്റ് പോലും എൻ്റെ കൈ കൊണ്ട് എനിക്ക് ഉയർത്താൻ പറ്റിയില്ല. എങ്കിലും അതിലും കുറഞ്ഞ വെയിറ്റ് എടുത്ത് അദ്ദേഹം കുറച്ച് എക്സസൈസുകളൊക്കെ പറഞ്ഞു തന്നു. 3 days അങ്ങനെ പോയി. 4ാമത്തെ ദിവസം ഞാൻ രാവിലെ എണീറ്റ് ബാത്റൂമിലേക്ക് പോവുക. ഒരു ബക്കറ്റ് നിറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, വലിയൊരു ബക്കറ്റ്, ഏകദേശം ഒരു 10 ലിറ്ററോളം വെള്ളം അതിലുണ്ട്. ഞാൻ അറിയാതെ ഈ രോഗാവസ്ഥ ഞാൻ ശരിക്കും മറന്നുപോയി. ഞാനതെടുത്ത് ഉയർത്തി. അത്യത്ഭുതമെന്ന് പറയട്ടെ, ആ ബക്കറ്റ് മുഴുവനായിട്ട് എനിക്ക് ഉയർത്താൻ സാധിച്ചു. ഉടനെ ഞാൻ മറ്റേ കൈ കൊണ്ടും ശ്രമിച്ചു നോക്കി, അതും സാധിച്ചു. പിന്നെ ഞാൻ ചാടി, എനിക്ക് കഴിയാത്ത എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു നോക്കി. എല്ലാം വളരെ പെർഫെക്റ്റായിട്ട് എൻ്റെ ബോഡി അതിന് പ്രതികരിച്ചു. എൻ്റെ കർത്താവ് എന്നെ പൂർണ്ണമായിട്ട് ആരോഗ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഹല്ലേലൂയ. കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ 4 ദിവസം. എന്നാൽ ഈ രോഗത്തിന് വേണ്ടി 1 രൂപ ചെലവാക്കാൻ എൻ്റെ കർത്താവ് സമ്മതിച്ചില്ല. ഡോക്ടർ പറഞ്ഞത് 3 ലക്ഷം രൂപ വേണം. ഒരുപാട് ബിസിനസ്സൊക്കെ ഉണ്ട്. എനിക്ക് ഇവരുടെ
പൈസയെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ നടന്നു വരുമ്പോൾ ഒരു 5-6 ഡോക്ടേഴ്സിനെ ഞാൻ കണ്ട് വീണ്ടും ചോദിച്ചു, സാറേ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? സിസ്റ്റർ എന്തിനോ കൊണ്ടുപോയി വീട്ടിലോട്ട്, എന്ത് ധൈര്യത്തിലാണ് കൊണ്ടുപോയി? അപ്പോൾ ഒക്കെ ഞാൻ പറഞ്ഞു, ഇല്ല ഞാൻ കൊണ്ടുപോയത് യേശു ജീവിച്ചിരിക്കുന്നുണ്ട്, ആ ധൈര്യത്തിൽ എനിക്ക് എൻ്റെ വീട്ടിൽ പോയി TV-ൽ ഇത് കാണാം, ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം, നല്ല ഭക്ഷണം കൊടുക്കാം. ഹോസ്പിറ്റലിൽ അത് നടക്കത്തില്ലല്ലോ. ഈ ഒരൊറ്റ വിശ്വാസത്തോടെ ഞാൻ അവരോടൊക്കെ ഇത് പറഞ്ഞ് റോട്ടിൽ കൂടെ നടക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് ഒരു ഭാരം വന്നു. കർത്താവ്, ഞാൻ ഈ പൈസ എവിടെ നിന്ന് ഉണ്ടാക്കും? പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ അങ്ങനെ വന്നു. അതേസമയം തന്നെ ഏതെങ്കിലും ബ്രദേഴ്സിനോടൊന്ന് വിളിച്ച് പറയാനായിട്ട് എൻ്റെ കയ്യിൽ ഫോണും ഇല്ല. അപ്പം തന്നെ കർത്താവ് എന്നോട് പറഞ്ഞു, നീ പ്രാർത്ഥിക്കുന്ന ബ്രദേഴ്സ് അവർ തന്നെയാണ്, അവർ പ്രാർത്ഥിക്കുന്നത് തന്നെയാണ് നീയും പ്രാർത്ഥിക്കുന്നത്. അതിന് വേറൊരു ബ്രദേഴ്സിനെ നീ വിളിക്കണ്ട, നീ ഭാരപ്പെടുക വേണ്ട. നിനക്ക് 1 രൂപ പോലും ഈ കാര്യത്തിൽ തോമസ് കുട്ടി ബ്രദറെ കേൾക്കണോ? ഞാൻ അന്ന് കരഞ്ഞ വീട്ടിലോട്ട് ചെന്നേ. എനിക്ക് യാതൊരു ഓർമ്മയില്ലാത്ത പോലെ ഞാൻ ചെന്നിട്ട് പറഞ്ഞു, സജമോന് ഗില്ലംപാരി സിംറ്ററാണ്, എനിക്കറിയില്ല, എനിക്ക് മാനസികമായി എന്തൊരു അവസ്ഥ വന്നു. ഞാൻ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇന്ന് മടിയിലിങ്ങനെ തല വെച്ച് കരഞ്ഞിട്ട് പറയാം, ഗില്ലംപാരി സിംറ്റർ സജ, പക്ഷേ കർത്താവ് നമ്മളെ കൈവിടില്ല. യേശു നമുക്ക് മതിയാവനാ, അവൻ ഈ ലോകത്തിൽ ജയിച്ചവനാ, നമ്മുടെ കാര്യത്തിൽ അവൻ വലിയ കാര്യങ്ങൾ ചെയ്യും. ഈ വീട്ടിൽ ഇന്ന് ഒരാളും വേണ്ട, ഞാൻ എൻ്റെ സജാനും എൻ്റെ പിതാവും മാത്രമേ വേണ്ടൂ. ഇന്ന് നമ്മൾ കൈകോർത്ത് പ്രാർത്ഥിച്ച ഈ രോഗത്തിൽ നിന്ന് പൂർണ്ണ വിടത്തില്ല. പക്ഷേ എനിക്ക് പ്രതികൂലങ്ങളാ പുറകിൽ നിൽക്കേണ്ടതെന്ന് എല്ലാവരും എന്നെ വിളിച്ച് ചോദിക്കാൻ. പക്ഷെ ഞാൻ പറഞ്ഞു, ഇല്ല, എൻ്റെ കർത്താവ് വലിയവനാ, നിങ്ങൾ ജീവിച്ചിരിക്കുന്ന യേശു, ആ യേശുവിനെ ഞങ്ങൾ വിളിക്കുന്നത്, അവൻ വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു. ബ്രദറെ, ഈ നിമിഷം വരെ എൻ്റെ സജാന് 1 രൂപ പോലും, ഒരു പനി പോലും വന്നിട്ട് ചിലവാക്കിയിട്ടില്ല. എൻ്റെ കാര്യത്തിലും അത്. ഞാൻ 8 വർഷം മുന്നേ ജോലി ചെയ്യുമ്പോൾ 3000-3500 രൂപ എനിക്ക് ഒരു മാസം എനിക്ക് എൻഡോമെട്രിയോസിസ് ഫൈബ്രോയിഡിന് വേണം. ആ സമയത്ത് ഞാൻ പ്രയറിന് വരുന്നത്, പ്രയറിന് കണ്ട് അതിൽ വെച്ച് എനിക്ക് പൂർണ്ണ വിടുതൽ വന്നു. എൻഡോമെട്രിയോസിസ് ഫൈബ്രോയിഡ് ഒരിക്കലും എനിക്ക് മനസ്സമാധാനം ഉണ്ടായിരുന്നില്ല. മക്കളുണ്ടായിരുന്ന അതും വലിയൊരു ഭാരമായിരുന്നു. പക്ഷേ ഇന്ന് ഭയങ്കര സമാധാനമാണ്. മാത്രമല്ല, സാമ്പത്തികമായ മേഖലയിൽ ഈ നിമിഷം വരെ, ഇന്ന് വരെ ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് കാർഡ് ഇട്ടിട്ട് പൈസ പോലും എടുക്കാൻ അറിയില്ല. കാരണം എനിക്ക് പൈസ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ശമ്പളം എന്ന് പറയുന്നത് ഇടുന്നു. ഞാൻ എൻ്റെ കർത്താവ് ചെയ്ത സുനീഷ് ബ്രദർ കാളത്തോട് ഇവിടെ തൃശ്ശൂർ മീറ്റിംഗ് MG റോഡിലുള്ളപ്പോൾ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ കയ്യിലുള്ള പേഴ്സ്, ഞാൻ ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടി പറഞ്ഞത്, നിങ്ങളുടെ കയ്യിലുള്ള പേഴ്സ് ഒന്ന് പൊക്കി പിടിക്കുക. പക്ഷേ എനിക്കന്ന് വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഞാനും പൊക്കി പിടിച്ചു. ഈ നിമിഷം വരെ അന്ന് പൊക്കി പിടിച്ച പേഴ്സാണ് ഇന്ന് ലക്ഷങ്ങളാണ് അതിലേക്ക് എടുക്കുന്നത്. അത് ഞാൻ ഈ സഹോദരങ്ങളോട് പറയാം, ഇന്ന് വരെ ഒരാൾ കർത്താവ് നമ്മളെ കൈവെടിയില്ല. കാരണം സാമ്പത്തിക മേഖല കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്, അത് നമുക്കും കൂടി അനുഭവിക്കാനുള്ളതാ. കരമടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. തോമസ് കുട്ടി ബ്രദറെ, സിസ്റ്റർ ഇന്ന് നമ്മുടെ കൂടെ വോളണ്ടിയറായി ഓടിച്ചാടി യേശുവിന് വേണ്ടി നിൽക്കുക. സഹോദരി ഇന്നിവിടെ നിൽക്കുമ്പം സിസ്റ്റർ എൻ്റെ അടുത്ത് പറയുമായിരുന്നു, ബ്രദറെ, ഇങ്ങനെ ഓടിച്ചാടി നടക്കാൻ ഇതിൻ്റെ പുറകിൽ എനിക്കൊരു കാരണമുണ്ട്. ആ കാരണം എന്നാന്ന് ചോദിച്ചാൽ, ചില വർഷങ്ങൾക്ക് മുൻപ് സഹോദരി തൃശ്ശൂർ സ്വദേശിയ, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് തൈറോയിഡിൻ്റെ അബ്നോർമലായിട്ടുള്ള ഗ്രോത്ത് കൊണ്ട് സഹോദരിക്ക് അസ്വസ്ഥതകളുണ്ടായി. ഡോക്ടർമാരെ കാണിച്ചു. ഒരു ഡോക്ടറെയല്ല, 5 ഡോക്ടർമാരെ മാറി മാറി കാണിച്ചു. ഈ ഡോക്ടർമാരെല്ലാം ചേർന്ന് ഒറ്റ ഡയഗ്നോസിലോട്ടാണ് വന്നത്. അതിങ്ങനെയാണ് പറഞ്ഞത്, ആ തൈറോയിഡിൻ്റെ ഗ്രോത്തിന് ക്യാൻസറസ് ആയിട്ടുള്ള ചില സൈഡും കൂടെ ഉണ്ട്, അതുകൊണ്ട് അത് ഓപ്പറേറ്റ് ചെയ്ത് സർജറി ചെയ്ത് അത് അവിടുന്ന് റിമൂവ് ചെയ്യണം എന്ന ഡോക്ടർമാർ എല്ലാവരും നിർദ്ദേശിച്ചത്. പക്ഷേ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ തൃശ്ശൂരിൽ സ്വർഗീയ വിരുന്നിൻ്റെ നമ്മുടെ മീറ്റിങ്ങിനെ കുറിച്ച് കേൾക്കുകയും നമ്മുടെ മീറ്റിങ്ങിന് സഹോദരി കടന്നു വന്നു. അന്ന് മീറ്റിങ്ങിൽ പങ്കെടുത്തു. നടന്ന അത്ഭുതം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ മീറ്റിങ്ങിൽ വെച്ച് യേശുവിൻ്റെ അത്ഭുതകരമായ ഒരു കരസ്പർശം സഹോദരിക്ക് ഉണ്ടായി. പക്ഷേ സഹോദരി വിശ്വാസത്തിൽ അത് ഏറ്റെടുത്തു. കുറച്ച് നാളുകൾക്ക് ശേഷം സിസ്റ്റർ പോയി ഹോസ്പിറ്റലിൽ പോയി വീണ്ടും ചെക്ക് ചെയ്തു. തോമസ് കുട്ടി ബ്രദറെ, സഹോദരി എൻ്റെ അടുത്ത് പറയുമായിരുന്നു, ആ ചെക്ക് ചെയ്ത് റിസൾട്ട് വന്നപ്പം ക്യാൻസറിൻ്റെ ഒരു ട്രേസ് പോലും അവിടെ ഇല്ല എന്നുള്ള അത്ഭുതകരമായൊരു റിസൾട്ട് ഡോക്ടർമാർ പറഞ്ഞു. 5 ഡോക്ടർമാർ ഒരേ അഭിപ്രായം പറഞ്ഞു. അതെ, 5 ഡോക്ടർമാർ ഒരേ അഭിപ്രായം പറഞ്ഞു. അത് റിമൂവ് ചെയ്തു. പക്ഷേ ഈ 5 ഡോക്ടേഴ്സും ഇത് ക്യാൻസർ ആവാൻ ചാൻസ് ഉള്ളതാണ്. ലാസ്റ്റ് അമല ഹോസ്പിറ്റൽ ഡോക്ടറിനോട് പറഞ്ഞു, കുട്ടി പേടിക്കൊന്നും വേണ്ട, ക്യാൻസർ ആവുകയാണെങ്കിൽ ഒരു ചെറിയൊരു ഇഞ്ചക്ഷൻ മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഒത്തിരി ഭാരങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും കർത്താവ് വലിയ അത്ഭുതം ചെയ്തു. റിമൂവ് ചെയ്തെങ്കിലും ഒരു കുഴപ്പമില്ല, ബയോപ്സിയിൽ യാതൊരു കുഴപ്പമില്ല, കർത്താവ് വലിയ അത്ഭുതം ചെയ്തു.
ക്യാൻസർ ആണെന്ന് ആദ്യം മനസ്സിലാക്കിയത്. അതെ അതെ 5 ഹോസ്പിറ്റലിൽ പ്രാർത്ഥനയിൽ എന്താ സംഭവിച്ചേ? പ്രാർത്ഥനയിൽ ഞാൻ ആ ഒരു സമയത്ത് ഓപ്പറേഷൻ കുറച്ച് മുന്നെയാണ് തൃശ്ശൂർ തോമസ് കുട്ടി ബ്രദറുടെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. അന്ന് എൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് ഞാൻ പുറകോട്ട് മറിഞ്ഞ് വീണുപോയി. അതെ അതെ അതെ. പിന്നെ കൂടാതെ ഇവര് റെജി ബ്രദറും സജി ബ്രദറും എല്ലാം പ്രാർത്ഥനയിൽ ഉണ്ടായിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു. അപ്പൊ ഈ പ്രാർത്ഥിച്ചപ്പോൾ എന്തെങ്കിലും ഒരു അനുഭവം പ്രത്യേകിച്ച് ഉണ്ടായോ? പ്രത്യേകിച്ച് അനുഭവം എന്നല്ല, ഞാൻ അങ്ങ് മറിഞ്ഞു വീണ് പോയി എന്നുള്ളൂ. ഒരു സ്പർശനം ഉണ്ടായി. അതെ തീർച്ചയായിട്ടും. തുടർന്നുള്ള ടെസ്റ്റിൽ പിന്നെ നോക്കുമ്പോൾ ക്യാൻസറിന്റെ ട്രേസ് പോലും ഇല്ല ഇല്ല ഇല്ല. കരമടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ബ്രദറെ, ഇത് രണ്ടുപേരും അത്ഭുത സാക്ഷ്യം ലഭിച്ചവരാണ്. ഈ സഹോദരൻ 2014 ആഗസ്റ്റ് 13 ഖത്തറിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ വെച്ച് ശരീരം പൂർണ്ണമായും തളർന്ന് താഴെ പോയി. ആ സമയത്ത് ഈ സഹോദരി സഭയെ വിളിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അയാൾ 3-ാമത്തെ ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി 5-ാമത്തെ ദിവസം നാട്ടിൽ വരികയും ചെയ്തു. നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തെ ഹോസ്പിറ്റൽ ഡോക്ടർമാരെ കൊണ്ട് സംസാരിച്ചപ്പോൾ ഈ സഹോദരിയെ പോലും തിരിച്ചറിയാൻ സാധിക്കത്തില്ല, ഒരു ജോലിയും ചെയ്യത്തില്ല, സംസാരിക്കത്തില്ല എന്നെല്ലാം പറഞ്ഞതാണ്. പക്ഷെ ഇവർ പ്രാർത്ഥനയിൽ തന്നെ ഇരുന്നു. ഇപ്പോൾ ഈ സഹോദരൻ ഇവർ ചെയ്യുന്നത് ഈ തടിപ്പണിയൊക്കെ ചെയ്യുന്ന പണി വരെ ചെയ്യാം, സംസാരിക്കാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. എന്തോ സംഭവിച്ചായിരുന്നാ പറഞ്ഞു? പണി ചെയ്തോണ്ടിരിക്കുമ്പോ തളർന്നു വീണു. എവിടെ വെച്ച്? ഖത്തറിൽ വെച്ചിട്ട്. അപ്പൊ വെന്റിലേറ്ററിന്റെ ഉള്ളിലായിരുന്നു. 5 ദിവസമാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. 5 ദിവസമുള്ളോ ജീവിക്കുള്ളൂ. അത് ഞാൻ അറിഞ്ഞത് പിന്നീടാണ്. അപ്പോൾ എന്നോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, തളർന്നു വീണു, ഹോസ്പിറ്റലിലാണ്, 5-ാമത്തെ ദിവസം ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. അത്രേ എനിക്കറിയുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു ചോദിക്കുകയായിരുന്നു, എനിക്ക് ഒന്ന് സംസാരിക്കണമെന്ന്. പക്ഷേ അത് അവർ പറഞ്ഞ് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അലക്സ് ബ്രദറിനെ വിളിച്ചു. എനിക്ക് എൻ്റെ കയ്യിൽ നമ്പർ അപ്പോൾ അലക്സ് ബ്രദറിൻ്റെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബ്രദർ എന്നോട് പറഞ്ഞത്, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഒരു വാക്യം പറഞ്ഞു, കുരുടന് കാഴ്ച നഷ്ടപ്പെട്ടത് അമ്മയപ്പന്മാർ പാപം ചെയ്തിട്ടോ അവൻ പാപം ചെയ്തിട്ടല്ല, ദൈവമഹത്വം വെളിപ്പെടേണ്ടതിന് വേണ്ടിയിട്ടാണ്. ഞാനത് വിശ്വസിച്ചു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം ഇതുപോലെ രാത്രി 1 മണിക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ബോധം വീണു എന്നാണ് എൻ്റെ ആങ്ങളെ ഭയങ്കര സന്തോഷത്തിൽ പറയാണ്. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ചു പറഞ്ഞു, നിനക്കൊന്ന് സംസാരിക്കണമെങ്കിൽ ഒന്ന് സംസാരിച്ചു, ഇങ്ങോട്ട് ഇല്ലാത്ത ആളല്ലേ, അപ്പോൾ സംസാരിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ യേശു ഉണ്ട്. അപ്പം ഞാൻ ആളെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ യേശുവേ, എനിക്ക് എന്നും കേൾക്കണം, ശബ്ദം എനിക്ക് കേൾക്കണം, എന്നാലും എൻ്റെ മനസ്സിനൊരു സമാധാനം ഉള്ളൂ എന്ന് പറഞ്ഞു. അന്ന് ഞാൻ വിളിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ സാധാരണ വിളിക്കണ പോലെ പറഞ്ഞു, മാഷേ സമാധാനമായിട്ടിരിക്കും, ദൈവമുണ്ട്, യേശുണ്ട് എന്ന് പറഞ്ഞു. അതേ സ്പോട്ടിൽ ആളെന്നോട് പറഞ്ഞു, സമാധാനത്തോടെ ഇരിക്കാല്ലേ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ആളെ എണീറ്റിരിക്കുക ചെയ്തേ, എണീറ്റിരുന്നു. അപ്പൊ അവരെന്നോട് ചോദിച്ചു, ചേച്ചി എന്താ പറഞ്ഞേ, ചേട്ടനോട് എന്താ പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനൊന്നും ചെയ്തതല്ല, അവിടെ യേശുവിന്റെ മഹത്വമാണ്, അവിടെ ദൈവത്തിന്റെ കൃപയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു 5-ാമത്തെ ദിവസം ഇവിടേക്ക് നാട്ടിലേക്ക് വരാനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു, വരാൻ പറ്റില്ല, 3 ആഴ്ച വരെ സമയം വേണമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ ആരാധനയ്ക്ക് പോയി. ആ ഞായറാഴ്ച ആരാധനയ്ക്ക് പോയപ്പോൾ ഞാൻ പറഞ്ഞു, യേശുവേ, എനിക്ക് ഈ തിങ്കളാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ എനിക്കിവിടെ ചേട്ടനിവിടെ എത്തണം. പിന്നെ അതുമാത്രമല്ല, ഞാൻ കൈ പിടിച്ച് നടക്കാവുന്നിടത്തോളം കാലം ഞാൻ ആരാധനയ്ക്ക് വരും, നിന്റെ സന്നിധിയിൽ കൊണ്ടുവരും, ആരെന്ത് പറഞ്ഞാലും എന്ന് പറഞ്ഞു. അങ്ങനെ ഞായറാഴ്ച ആരാധന വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞു, വരാൻ പറ്റില്ല എന്നാ പറയണേ, 3 ആഴ്ച കഴിയുന്നു പറഞ്ഞു. അപ്പം തന്നെ ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവ് അവിടെ അത്ഭുതം പ്രവർത്തിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. അവിടുന്ന് 1 മണിക്കൂർ കഴിഞ്ഞില്ല, അതിന് മുൻപേ തന്നെ ഗൾഫിൽ നിന്ന് വിട്ടു വന്നു. ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ നാട്ടിലെത്തുന്നു പറഞ്ഞു. അങ്ങനെ ഈ നാട്ടിൽ വന്നു കഴിഞ്ഞും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഡോക്ടർ ഇവിടെ SK മേനോൻ സാറിനെയാണ് കണ്ട എലൈറ്റിലത്തെ. അപ്പോൾ സാറ് പറഞ്ഞു, എന്നോട് പറഞ്ഞു, ഒരാൾ ഇനി ഒരിക്കലും സംസാരിക്കില്ല, നിങ്ങളെ തിരിച്ചറിയാൻ പറ്റില്ല, ആൾ പറഞ്ഞത് തന്നെ പറഞ്ഞ് അങ്ങനെ ഇനി ഉണ്ടാവുള്ളൂ, ഒരിക്കലും പഴയ പോലെ ആവാൻ ഇനി ഒരിക്കലും കഴിയില്ല, എന്നെ വരെ പണിയെടുക്കുന്നുണ്ട്. ആളിപ്പോ ആളുടെ പണികൾ ചെയ്യുന്നുണ്ട്, ഓരോന്ന് വീട്ടിലത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ആൾക്ക് ഓർമ്മ വന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യും. എന്താ ബ്രദറിന്റെ പേര്? ബാബു. ഇപ്പൊ ഓർമ്മകളൊക്കെ വന്നു, സംസാരിക്കാൻ പറ്റുന്നുണ്ട്, യേശു വിടുവിച്ചു. ചേർന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. എല്ലാവരെയും അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, നിന്റെ അത്ഭുത സാക്ഷിയായി ഇനിയും നിൽക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. തോമസ് ബ്രദറെ, ഒരു കൂട്ടം മുട്ടുസൂചി വിഴുങ്ങിയാലും മനുഷ്യൻ ജീവനോടെ ഇരിക്കും എന്നുള്ളതിന്റെ അത്ഭുത സാക്ഷ്യമായിട്ടാണ് ഈ ബ്രദർ ഇന്ന് നമ്മുടെ മധ്യത്തിൽ നിൽക്കുന്നത്. ഒരു കൂട്ടം മുട്ടുസൂചി ബ്രദറെ, അത് ഇദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തനിക്ക് എതിരായി ഒരു വ്യക്തി കാരണം കൂടാതെ ഒരു കേസ് കൊടുത്തു.
ആ കേസ് കൊടുത്തതിൻ്റെ പരിണിത ഫലമായി ഇദ്ദേഹത്തിന് വലിയ മനോഭാരമുണ്ടായി. ഇനിയും ജീവിക്കേണ്ടെന്നുള്ള തോന്നൽ വന്നു. കൂടാതെ താൻ ആ സമയം കൊണ്ട് തന്നെ മദ്യപാനത്തിന് വല്ലാതെ അടിമപ്പെട്ടു പോയി. ഈ മനോഭാര നിമിത്തം തൻ്റെ അകത്ത് വലിയൊരു ആത്മഹത്യാ പ്രേരണ കയറി വന്നു. മരിക്കണമെന്നുള്ള ചിന്ത വന്നു. അങ്ങനെയാണ് അദ്ദേഹം 2010 മുൻപ് താൻ ഒരു സമയം ഒരു കൂട്ടം മുട്ടുസൂചി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വിഴുങ്ങി. പക്ഷേ താനന്ന് മരിച്ചില്ല. അതിന് ശേഷം സൈനൈഡ് കരുതി വെച്ചു മരിക്കാനായിട്ട്, കുടുംബമായി ആത്മഹത്യ ചെയ്യാൻ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബ്രദർ എൻ്റെ അടുത്ത് പറയുമായിരുന്നു, സ്വർഗീയ വിരുന്നിൻ്റെ മീറ്റിങ്ങിന് താൻ കടന്നു വന്നു. ആദ്യത്തെ മീറ്റിങ്ങിൽ വെച്ച് തന്നെ യേശു അത്ഭുതകരമായി തന്നെ തൊട്ടു. താൻ പറഞ്ഞത് അറിയത്തക്ക രീതിയിൽ തൻ്റെ അകത്തുനിന്ന് എന്തോ ഒന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു അനുഭവമുണ്ടായി. ആത്മഹത്യാ പ്രേരണ അന്ന് മാറി, മദ്യപാനം അന്ന് മാറി, അത്ഭുത വിടുതലുമായി ഇന്ന് സഹോദരൻ തൻ്റെ ദേശത്ത് യേശുവിൻ്റെ സാക്ഷിയായിട്ട് നിൽക്കുന്നു. മരിക്കണമെന്നുള്ള ചിന്തയുണ്ടായിരുന്നു. ഒരു കൂട്ടം മുട്ടുസൂചി മിഴുങ്ങി. ഞാൻ മിഴുങ്ങിയത് വേറെ എവിടെയല്ല, ആലത്തൂർ പോലീസ് സ്റ്റേഷൻ എന്ന് പറയും, പാലക്കാട് ജില്ലയിൽ. ആ സ്റ്റേഷനിൽ വെച്ചാണ് അവിടെ നിന്ന് മേശയിൽ നിന്ന് കിട്ടിയത്. ആരും കാണാതെ എടുത്ത് മിഴുങ്ങി. അത് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് അതാ സ്റ്റേഷനിലെ കുറച്ച് മുട്ടുസൂചി കാണാനുണ്ടായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞ് ഞാൻ 23 ദിവസം ജയിലിലും കിടന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോഴും എൻ്റെ ഉള്ളിലുള്ളത് സാധനം എവിടെ പോയെന്ന് എനിക്കറിയില്ല. വേദന വന്നാൽ വിചാരിക്കും ഉള്ളിലുണ്ട്, അതായിരിക്കും ഇപ്പം മരിക്കും. ഇതുവരെ മുട്ടുസൂചി വെളി കിട്ടിയിട്ടില്ല. ഇല്ല. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്നും 23 ദിവസം കഴിഞ്ഞ് വീട്ടിൽ ബന്ധുക്കൾ കൂടി ജാമ്യത്തിൽ ഇറക്കി വന്നെങ്കിലും ചുരുക്കി പറഞ്ഞാൽ ജീവിക്കണമെന്നില്ല. ഇല്ല. ഞാൻ കുടുംബമായിട്ട്, എൻ്റെ ഭാര്യ 9 മാസം ഗർഭിണിയായിരുന്നു. ആ സമയത്ത് ഭാര്യയും ഞാനും കൂടി, മകനുണ്ട്, മകനെ മരണത്തിലേക്ക് ഞാൻ വിളിക്കുന്നില്ല, അവനെ മാറ്റി നിർത്തിയിട്ട് ഞങ്ങൾ കുടുംബമായിട്ട്, ഞാനും ഭാര്യയും, ഗർഭിണിയായിരിക്കും ഭാര്യയാണ്, ഞങ്ങൾ 3 പേരും കൂടി ആത്മഹത്യ ചെയ്യണം ആ ഒരു ഇതിലായിരുന്നു. അതിനുവേണ്ടി ഞാൻ സൈനൈഡും കരുതി വെച്ചു. ഈ ഒരു മീറ്റിംഗ് എൻ്റെ സഹോദരി മുഖേനയാണ് ഞാൻ നടന്നത്. അവളെ ഞാൻ മുമ്പ് കളിയാക്കി, എങ്കിലും ആ മീറ്റിങ്ങിലേക്ക് തന്നെ എന്നെ വിളിച്ചു. കളിയാക്കി. മീറ്റിംഗ് എന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഞാൻ കേട്ടേക്കുന്ന പെന്തക്കോസ്തുകാർ കൈയടിക്കും, പാട്ട് ഇതൊക്കെയാണ്, അവരോരോന്ന് പറയും, അത് നമ്മൾ ഉൾക്കൊള്ളണം, അങ്ങനെയായിരുന്നു. എന്നാൽ ഞാൻ ആ മീറ്റിങ്ങിന് ഫസ്റ്റായിട്ട് എൻ്റെ പെങ്ങൾ വിളിച്ചപ്പോൾ ഏതായാലും ഒന്ന് മരിക്കണേറ്റും ഒന്ന് മീറ്റിംഗ് കൂടാം, അതുമാത്രം എൻ്റെ വിചാരം ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ഞാൻ ആ മീറ്റിങ്ങിലേക്ക് കൂടി. അന്നു മുതൽ എനിക്ക് ഈ ആത്മഹത്യ എന്ന വിചാരമില്ല. ഞാൻ സൈനൈഡ് നശിപ്പിക്കുകയും ചെയ്തു, ഞാൻ കഴിക്കുകയും ചെയ്തില്ല. അന്ന് തന്നെ കർത്താവ് തൊട്ടു രൂപാന്തരമായി. ഇപ്പം മരിക്കണമെന്നുള്ള ചിന്തയില്ല. ഇപ്പം എത്ര നാളായി കർത്താവിനെ അറിഞ്ഞിട്ട്? ഇപ്പം 5 കൊല്ലം കഴിഞ്ഞു. 5 കൊല്ലമായിട്ട് ഇതുവരെ മരിക്കാഞ്ഞുകൊണ്ടാണല്ലോ ഇവിടെ വന്നത്. ഓ, കർത്താവ് കൊടുത്ത വിടുതലിനായി കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഇപ്പൊ കുടുംബത്തിൽ സമാധാനമായി. ഈ പ്രശ്നങ്ങൾക്കൊക്കെ വിടുതലായി. ആ കേസ് കൊടുത്ത അതേ ഒരു ടീച്ചറാണ്. ആ ടീച്ചർ കേസ് കൊടുത്ത്, ആ ടീച്ചർ തന്നെ ഈ മീറ്റിങ്ങിന് വന്ന ശേഷം ഒരു ദിവസം വീട്ടിലേക്ക് കടന്നു വരികയാണ്. എന്നെ അവർ ശരിക്കും അറിയില്ല, എങ്കിലും അവർ കടന്നു വന്ന് ചോദിക്കണം, ഈ ഇങ്ങനെ ഒരു ആളുണ്ട്, അത് ആരാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വീട്ടിലവിടെ ഹോളിൽ കെടുക്കായിരുന്നു. അപ്പോഴാണ് വന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു. അല്ല, എനിക്കൊരു തെറ്റുപറ്റി, ഞാനത് ഇനി എന്താ ചെയ്യേണ്ട കേസ് പിൻവലിക്കാൻ വേണ്ടിയിട്ട് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ഇതിൽ ഞാൻ പറഞ്ഞു വക്കീലിനെ കണ്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വക്കീലിനെ സംസാരിച്ചാൽ കുറച്ച് നാളങ്ങൾ നീണ്ടുപോട്ടാൽ നമുക്ക് എന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. ടീച്ചർ പറഞ്ഞു ഞാൻ എപ്പോൾ വിളിച്ചാലും വരാൻ, എവിടെ വേണമെങ്കിൽ വരാൻ വേണ്ടി ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇല്ല, അത് കഴിഞ്ഞൊരു 1-2 കൊല്ലം ആ കേസ് അതേപോലെ അങ്ങനെ പോയി. ടീച്ചർ എപ്പോൾ വേണമെങ്കിൽ പിൻവലിക്കാൻ റെഡിയാണ്, ഇടയ്ക്ക് വിളിക്കും, അങ്ങനെ പോവും. അങ്ങനെ എനിക്ക് ടീച്ചർ പൂർണ്ണമായിട്ട് എനിക്കൊന്നും വേണ്ട, ഞാനത് ഇയാൾ എന്ത് ചെയ്തതെന്ന് ഇയാളല്ല എന്ന് പറഞ്ഞിട്ട്, ചെയ്തത് ഇയാളല്ല, എനിക്ക് ഇയാളെ അറിയില്ല എന്ന് കർത്താവിൻ്റെ സാന്നിധ്യം എപ്പോഴും സെയിമാണ്. എന്നാൽ ചിലർ പറയും ഇന്ന് നല്ലതായിരുന്നു, ഇന്നലെ എന്തോ തോന്നിയില്ല. യേശുവിൻ്റെ വാക്ക് മാറത്തില്ല. യേശുവാണ് പറഞ്ഞത്, 2-3 പേർ എവിടെ കൂടിയാൽ നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഭവനത്തിൽ യേശുവുണ്ട്. ഞാനോ ലോകാന്ത്യത്തോളം നിങ്ങളുടെ കൂടെ ഉണ്ട്. എപ്പോഴും യേശു എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ വേരിയേഷൻ വരുന്നത്? നമ്മുടെ ചിന്താഗതികളാണ്. ചില ദിവസം നമുക്ക് ദാഹമാണ്, ചില ദിവസം അതിനോട് തിരിച്ചാണ്. അപ്പം ആ നമ്മുടെ അവസ്ഥയെ വാസ്തവത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം അറിയോ അറിയാതിരിക്കുകയോ ചെയ്യുന്ന അനുഭവം, അല്ലാതെ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരല്ല.
കാര്യം ആ ദൈവദാസൻ അല്ല സാന്നിധ്യം, യേശു ആ സാന്നിധ്യം. എല്ലാം ശുശ്രൂഷകരെന്ന് പറയുന്നത് സാധാരണ മനുഷ്യരാണ്. എവ്രി പാസ്റ്റർ, എവ്രി മിനിസ്റ്റർ ഓഫ് ഗോഡ് ഈസ് എൻ ഓർഡിനറി ഹ്യൂമൻ ബീങ്. അവരിൽ വലിയ ദിവ്യശക്തികളൊന്നുമില്ല. യേശുവിൻ്റെ നാമത്തിലാണ് അത്ഭുതം, യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. ഇന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. കൊടകരയിൽ ആ മീറ്റിംഗ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ നടന്ന സൗഖ്യങ്ങൾ അതുപോലെ തന്നെ ഇവിടെയും ഇന്ന് നടക്കട്ടെ. നട്ടൽ സംബന്ധമായിട്ടുള്ള അസ്വസ്ഥത ഇപ്പോൾ തന്നെ മാറും, എസ്പെഷ്യലി സ്പൈൻ റിലേറ്റഡ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കാണുന്ന ഓരോരുത്തരുടെയും ഭവനങ്ങളിൽ അങ്ങയുടെ ലിമിറ്റ്ലെസ് പ്രസൻസ്, അളവില്ലാതെ ആത്മാവിൻ്റെ സാന്നിധ്യം നൽകപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ, അത്ഭുതകരമായി വിടുവിക്കണം, പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തനം നടക്കണം. കർത്താവെ, അങ്ങയുടെ കരുണയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ കരുണയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ നന്മയുടെ ഐശ്വര്യം ഓരോരുത്തരുടെ മേൽ വാഴട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, കരുണയിൽ സൂക്ഷിക്കണം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. देखो आते हैं बहते हुए खून की धार, क्रूज से देखो आती है बहते हुए खून की धार। ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को, ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को। प्रेम का सागर है तू, चांदी का राजकुमार है तू। चरणों में आकर हाथ उठाकर करते हैं तेरे हम स्तुति। चरणों में आकर हाथ उठाकर करते हैं तेरे हम स्तुति।